ഹലോ എവ്രി വൺ. ഇത് നമ്മുടെ ആപ്പിൾ മരമാണ്. കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ പൂത്തിട്ടുണ്ട്. നേരത്തെ ആ മരത്തിൻ്റെ പൂവ് ഞാൻ കാണിച്ചില്ല, കണ്ടോ, അത് പൂവെല്ലാം പോയി. അത് നല്ല ഇലയൊക്കെ ആയി. ഇനി ഇതുപോലെയാവും. ഇതാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക്. ഇങ്ങനെ മുട്ട് വരും. പിന്നെ ഇത് ഇങ്ങനെ പൂവാവും. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടോ, നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊഴിഞ്ഞു പോകും. ഒരു 2 വീക്സൊക്കെ നിൽക്കുമായിരിക്കും. ശരിക്കും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും 2 വീക്സൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ശരിക്കും ഇത് പൂക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കേടില്ലാത്ത ആപ്പിൾ കിട്ടും. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, പുഴു കുത്തിയ പോലെയും ഇങ്ങനെ കുറച്ചൊക്കെ കേടായിരിക്കും ഒരു സൈഡ്. പക്ഷെ നല്ല മധുരമാണ് ഇതിന്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും വളമൊന്നും ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നല്ല കൊലകൊലയായിട്ട് മൊത്തത്തിൽ അത് നല്ലതായിട്ട് വരും. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ അണ്ണാനുണ്ടേ. അതുകൊണ്ടെല്ലാം അതങ്ങ് എറുത്തിടും. എന്തായാലും ഇത് പൂക്കുമ്പോൾ, ആപ്പിളൊക്കെ വന്ന് നിറയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാം. പക്ഷേ ഇത് കഴിക്കാൻ ടെടിയുണ്ടല്ലോ. മറ്റേതിങ്ങനെ ആൾക്കാരെടുത്തോണ്ട് പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുമ്മാതെ പൊഴിഞ്ഞു പോയി അണ്ണാനൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് പോവുക ചെയ്യാറുള്ളത്. അവൾക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കൂടെ ക്ലോസർ ലുക്ക്. ഇതാണ് എൻ്റെ ലുക്ക്. എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ. അറിയത്തില്ല, ഇവിടുത്തെ മിക്ക ചെടി ഇങ്ങനെ നമ്മുടെ ബലം തരുന്ന എല്ലാം ഇങ്ങനെ പൂത്തിട്ടാണ് പിന്നെ അതിൽ കായ ഉണ്ടാകുന്നത്. അതെനിക്കൊരു സർപ്രൈസായിരുന്നു. ചെടി ഇത് നമ്മുടെ കോഴികളൊക്കെ അവിടെ ഉണ്ട്. ഇച്ചിരി ചൂടുണ്ട് ഇന്ന്. അതുകൊണ്ട് അവളുമാർ റെസ്റ്റ്ലെസ് അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് നിർത്തിയിരിക്കുക. കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. ടെഡി ഭയങ്കര ബിസിയാണ്. ഹലോ ടെഡി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. പറയുമോ ടെഡി? ഓക്കെ, സിയോ.